ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും രോഗികൾ കഴിയുന്നത് തകർന്നു വീഴാറായ കെട്ടിടത്തിൽ 58 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല വിഭാഗത്തും കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണു. സർജറി വാർഡിലേക്കുള്ള പടിക്കെട്ടിന്റെ ഭാഗത്ത് ഭിത്തികൾ തകർന്ന നിലയിലാണ്. പലയിടത്തും മേൽക്കൂരയുടെ ഷീറ്റും തകർന്നിട്ടുണ്ട്. ചർച്ച വിശദീകരിക്കുന്നു. റോഷ്നി, ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും രോഗികൾ കഴിയുന്ന തരത്തിൽ തകർന്നു വീഴാറായ കെട്ടിടത്തിലാണ് 58 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിലെ ഒട്ടുമിക്ക വിഭാഗവും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സർജറി, ഓർത്തോ വിഭാഗം, അതേപോലെ തന്നെ മെഡിസിൻ വിഭാഗം, അത്യാഹിത വിഭാഗം, ഒപ്പം കണ്ണ് ഓപ്പറേഷൻ തിയേറ്റർ, ലാബ് സ്കാനിംഗ്, ഡയാലിസിസ് വിഭാഗം എന്നിങ്ങനെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ 58 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എന്താണ് നിലവിലെ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. മേൽക്കൂരയൊക്കെ തന്നെ പല ഭാഗങ്ങളും തകർന്നു വീഴുന്നുണ്ട്. പലയിടങ്ങളിലും ഈ കമ്പി ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ഈ സ്ത്രീകളുടെ സർജറി വിഭാഗത്തിന്റെ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലുള്ള അവസ്ഥയാണ്. അതിന്റെ ഷീറ്റൊക്കെ തന്നെ തകർന്നു പോയി നിൽക്കുകയാണ്. ആ രീതിയിൽ വളരെ ശോചനീയമായ അവസ്ഥയാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേതും. ഒപ്പം ഒട്ടുമിക്ക വിഭാഗം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ പല ഭാഗത്തും കോൺക്രീറ്റ് പാളികൾ അടർന്നു പോകുന്ന സാഹചര്യം. സീലിംഗിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ പലയിടത്തും അടർന്നു പോയിട്ടുണ്ട്. അങ്ങനെ കമ്പി ഉൾപ്പെടെ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം ഉൾപ്പെടെ സമാനമായ രീതിയിൽ വളരെ ശോചനീയമായ അവസ്ഥ തന്നെയാണുള്ളത്. ആ രീതിയിൽ പല വിഭാഗങ്ങളും പ്രവർത്തിക്കുന്ന ആശുപത്രിയിലെ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. 58 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. പക്ഷേ ഇന്നിപ്പോൾ MLA H. സലാം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ ആശുപത്രിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല എന്നുള്ളതാണ് MLA പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പോൾ DMO അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും വൈകാതെ അവരുമായി മീറ്റിംഗ് വിളിച്ച ശേഷം അതിലൊരു അടിയന്തര തീരുമാനമെടുക്കുമെന്നുള്ളതാണ് MLA അറിയിക്കുന്നത്. എന്തായാലും ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ആലപ്പുഴ ജനറൽ ആശുപത്രി. മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്നത് ആലപ്പുഴ ജനറൽ ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടവും പ്രവർത്തിക്കുന്നത് വലിയ രീതിയിൽ ശോചനീയമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ് വാസ്തവം. റോഷ്നി.